ഇതൊരു ദേശത്തിൻ്റെ കഥയാണ് അപ്പുമാഷുടേത്. ഒരിക്കൽ ഒരിടത്ത് എന്നൊക്കെ പറഞ്ഞ് ഓർക്കാൻ ചിലർ നമ്മുടെയെല്ലാം ഇടയിലുണ്ടാകും. ഈ നടന്നു വരുന്നത് അങ്ങനെ ഒരാളാണ്. ഇരിങ്ങാലക്കുട പഴയ സംഗമ ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു ദേശമാണ് കെഴുത്താണി. ശ്രീ കൂടൽമാണിക്യസ്വാമിയുടെ ക്ഷേത്രം നിലനിൽക്കുന്ന ഈ ഗ്രാമം ഒരു കാലഘട്ടത്തിൽ രാജഭരണകാലത്തെ പ്രതാപം ഏറ്റുവാങ്ങിയിരുന്നതായിരുന്നു. ഇന്ന് ആ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ടു. അനന്തപുരിയിലെ പ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരായ തരണനെല്ലൂർ നെടുമ്പള്ളി മനയുടെ ആസ്ഥാനം കെഴുത്താണി ദേശത്താണ്. കെഴുത്താണി കൊച്ചി രാജ്യത്തായിരുന്നു എങ്കിലും തിരുവിതാംകൂറുമായി ആ ദേശത്തിൻ്റെ ബന്ധം ഒരു കാലത്ത് പ്രശസ്തമായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് ഇദ്ദേഹത്തോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. കെഴുത്താണി വിഷ്ണു ഭഗവതി ക്ഷേത്രങ്ങളിൽ 1999 നവീകരണ കലശം നടന്നു. അതിനോടൊപ്പം നീരാജനം എന്ന പേരിൽ ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1964 മുതൽ 2006 വരെ കെഴുത്താണി NSS കരയോഗം പ്രസിഡന്റായി പ്രവർത്തിച്ച, അതായത് 42 വർഷക്കാലത്തോളം NSSന് നേതൃത്വം കൊടുത്ത അപ്പുമാഷുടെ കീഴിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നത്. കെഴുത്താണിയാൽ കെഴുത്താണി ദേശത്തിൻ്റെ പ്രധാന ഇടം. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിലം പൊത്തിയാൽ വീണ്ടും പുനർജനിച്ച പ്രതീതിയാണ്. ഇതാണ് കെഴുത്താണി ദേശത്തിൻ്റെ സ്ഥിരാകേന്ദ്രം. ഇരിങ്ങാലക്കുടയിൽ നിന്നും കാട്ടൂർ തൃപ്രയാർ റോഡിൽ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കെഴുത്താണിയിലെത്താം. കാറളം പഞ്ചായത്തിലെ കെഴുത്താണി. ഇവിടത്തെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്നു അപ്പുമാഷ്. രാജർഷി മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂൾ. ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അപ്പു മാസ്റ്റർ. പിന്നീട് ഈ സ്കൂളിൻ്റെ മാനേജരായും നിരവധി വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചു. ഈ സ്കൂളിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. കേരളം ചുവന്നതെങ്ങനെ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ കെഴുത്താണി ദേശം ഉത്തരം നൽകുന്നത് ഈ സ്കൂളിലൂടെയായിരിക്കും. നാടിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ നാടുവാഴിത്വത്തിൻ്റെ അധികാരഹസ്തങ്ങൾ പിടിമുറുക്കിയപ്പോഴാണ് സാമൂഹിക പരിഷ്കരണത്തിൻ്റെ മുഖ്യോപാധിയായി സാഹിത്യം മാറുന്നത്. കെഴുത്താണി യുവജന സാഹിത്യ സമാജത്തിൻ്റെയും വായനശാലയുടെയും 5ാം വാർഷിക സമ്മേളനത്തിൽ മഹാകവി വള്ളത്തോൾ, ജി ശങ്കരക്കുറുപ്പ്, ജോസഫ് മുണ്ടശ്ശേരി, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, SK പൊറ്റക്കാട്, AD ഹരിശർമ്മ, വിദ്വാൻ CS നായർ തുടങ്ങിയവരെല്ലാം പങ്കെടുത്തു. മഹാകവി വള്ളത്തോളിൻ്റെ ഷഷ്ട്യാബ്ദപൂർത്തി പ്രമാണിച്ച് സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു മംഗളപത്ര സമർപ്പണവും നടന്നു. ആ സമ്മേളനത്തിൽ വെച്ചാണ് കെഴുത്താണി സാഹിത്യത്തിൻ്റെ എഴുത്താണിയായി തീരട്ടെ എന്ന് മഹാകവി വള്ളത്തോൾ ആശംസിച്ചത്. അറിവ് ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്ന് താരസ്വരത്തിൽ പ്രഖ്യാപിക്കുന്നതായിരുന്നു ആ സാഹിത്യ സമ്മേളനം. കൊച്ചി ഗ്രാമോദ്ധാരണ മന്ത്രി ഡോക്ടർ AR മേനോനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി വിദ്യാഭ്യാസ മേലധ്യക്ഷൻ റാവു സാഹിബ് IN മേനോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മലയാള മണ്ണിൻ്റെ സാമൂഹ്യ
സാംസ്കാരിക ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് ആദിയിൽ കാവുകളായിരുന്നു. അവ ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല, ദേശക്കാരുടെ സങ്കടങ്ങൾക്കും പരാതികൾക്കും പരിഹാരങ്ങൾക്കുള്ള സങ്കേതങ്ങൾ കൂടിയായിരുന്നു. മലബാർ മാനുവലിൽ വില്യം ലോഗൻ രേഖപ്പെടുത്തിയതായി കാണുന്നു. ക്ഷേത്രങ്ങൾ ബ്രാഹ്മണരുടെ അധീനത്തിൽ വന്നു. അങ്ങനെ ബ്രഹ്മസം വന്നു. മലയാള മണ്ണ് ഭൂരിഭാഗവും അങ്ങനെ ദേവസ്വവും ബ്രഹ്മസ്വവുമായിത്തീർന്നു. പിന്നെയാണ് സങ്കേതങ്ങൾ വരുന്നത്. ആദ്യകാല സങ്കേതങ്ങൾ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഭൂമിയല്ല. ബ്രിട്ടീഷ് സർവേയർമാരുടെ ഭാഷയിൽ അവ അമ്പല രാജ്യങ്ങളായിരുന്നു. പൂർണ്ണാധികാരവും സ്വാതന്ത്ര്യവുമുള്ള സ്ഥാപനം. മലയാള രാജ്യം ഇത്തരം സങ്കേതങ്ങളുടെ സ്വതന്ത്ര ഭരണത്തിലായിരുന്നു. ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു സങ്കേതങ്ങൾ ശക്തി കേന്ദ്രങ്ങളായി തീർന്നത്. അത്തരം ഒരു വലിയ സങ്കേതത്തിൻ്റെ കീഴിലായിരുന്നു ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രം. ശതാഭിഷിക്തനായ അപ്പുമാഷെ കാണാൻ വന്നതാണ്. മാഷ്ടെ പഴയകാല സ്മരണകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു, മാഷ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഗവൺമെൻറ് നോമിനേറ്റഡ് മെമ്പറായിരുന്നു. അക്കാലത്തെ കാര്യങ്ങളൊന്ന് സ്മരിക്കാം. അന്ന് ഭരണം ഇന്നത്തെ പോലെയല്ല നടത്തിക്കൊണ്ടിരുന്നത്. സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കമുള്ള കാലഘട്ടമായിരുന്നു. അതേപോലെ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും നന്നാക്കേണ്ടതുണ്ടായിരുന്നു. ഒന്നാമത് തീർത്ഥക്കുളം മുഴുവൻ ഒരു പായൽ വന്ന് ഉപയോഗശൂന്യമായ രീതിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അത് അന്നത്തെ കളക്ടർ ആണ് അതിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നാട്ടുകാരുടെ പിരിവെടുത്തിട്ട് ആ തീർത്ഥക്കുളം വറ്റിച്ചു. അപ്പോൾ അത് വറ്റിച്ച സമയത്ത് അതിൽ പണ്ട് യാഗം നടത്തിയിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ധാരാളം ഇതായിട്ട് കണ്ടു. ഒരു ഇതിലാണ് നമ്മുടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ബാക്കി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിരുന്നു. പിന്നീട് പലപ്പോഴും തീർത്ഥക്കുളം നന്നാക്കിയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് നടത്തിയത്. പിന്നൊന്ന് കുട്ടൻകുളത്തിൻ്റെ ഒരു ഭാഗത്ത് റോഡ് സൈഡിൻ്റെ അടുത്ത് മതിലിടിഞ്ഞ് കിടക്കുകയായിരുന്നു. ആ ഭാഗവും വളരെ ബുദ്ധിമുട്ടിയാണ് പലരെയും കൊണ്ടുവന്നിട്ട് ആ ഭാഗം കെട്ടാൻ സാധിച്ചു. പിന്നെ പടിഞ്ഞാറ് കൂട്ടുപുര ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. അത് പ്രൊഫസർ ലക്ഷ്മണൻ നായരുടെയും മറ്റും നേതൃത്വത്തിൽ പുതുക്കി പണിതു. ഇത്രയും കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിച്ചത്. അത് ചെയ്തു. നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഈ അപ്പു എന്ന ഇടക്കാട്ടിൽ അപ്പു പിന്നീട് പഠിച്ച അതേ സ്കൂളിലെ അധ്യാപകനായി തീർന്നു. ഇരിഞ്ഞാലക്കുടയുടെ പൈതൃക മണ്ണിൽ നീണ്ട പതിറ്റാണ്ടുകളായി തലയെടുപ്പോടെ നിൽക്കുന്ന സരസ്വതി ക്ഷേത്രം നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1935 ഇരിഞ്ഞാലക്കുടയിലെ ജനങ്ങളുടെ പുരോഗമനത്തിനു വേണ്ടി ആരംഭിച്ച ഒരു സംസ്കൃത വിദ്യാലയം പിന്നീട് സംഗമേശ്വര വിലാസം, കമ്പനി സ്കൂൾ എന്നിങ്ങനെ വിവിധ പേരുകളിൽ വളർന്ന് 1944 ഒരു ഹൈസ്കൂൾ പദവിയിലേക്ക് ഉയർന്നു. ദീർഘകാലം സ്കൂളിൽ സേവനമനുഷ്ഠിച്ച ഇവരിൽ പലരും ഇന്നത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അപരിചിതരാവാമെങ്കിലും നാഷണൽ സ്കൂളിന്റെ ഏത് സന്തോഷങ്ങളിലും നിറഞ്ഞ സാന്നിധ്യമായ ശ്രീ അപ്പു മാസ്റ്റർ ഏവർക്കും സുപരിചിതനായ വ്യക്തിത്വമാണ്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം തൊട്ടേ അദ്ദേഹം ഈ പടികൾ കയറി തുടങ്ങിയതാണ്. പിന്നീട് 1964 പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച് ഔദ്യോഗിക ജീവിതം മുഴുവൻ ആ വിദ്യാലയത്തിനായി ഉപയോഗിക്കാനുള്ള ഭാഗ്യം കൂടി അദ്ദേഹത്തിന് ലഭിച്ചു. 1991 ഹെഡ്മാസ്റ്റർ പദവിയിലേക്ക് ഉയർന്നതോടെ മാതൃകാപരമായ ഒരു നേതൃത്വത്തിന് സ്കൂൾ സാക്ഷ്യം വഹിച്ചു. 1996 ഔദ്യോഗികമായി സ്കൂളിനോട് വിട പറഞ്ഞെങ്കിലും ഈ മണ്ണിനോടും
സ്കൂളിനോടും അവിടുത്തെ വിദ്യാർത്ഥികളോടുമുള്ള ആത്മബന്ധം അദ്ദേഹം വിടാതെ സൂക്ഷിച്ചിരുന്നു. മാഷ് നാഷണൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയും അധ്യാപകനും പിന്നീട് പ്രഥമ അധ്യാപകനും ആയിത്തീർന്നു. നാഷണൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലെ ഓർമ്മകൾ എന്താണ്? അന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് അവിടെ പച്ചക്കറി കൃഷി നടത്തിയിരുന്നു. അതായത് ഒരു പ്രത്യേകതരം ഹാൻഡ് പമ്പ് ഉപയോഗിച്ചാണ് അത് നനയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ കിട്ടുന്ന ആ പച്ചക്കറികൾ അസംബ്ലിയിൽ വെച്ച് അത് ലേലം ചെയ്ത് കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കൂടാതെ ഞങ്ങൾ പല ഇതിലും ലേബർ വീക്ക് നടത്തിയിരുന്നു. ആ ലേബർ വീക്കിൽ ഓരോ റോഡുകൾ, അതേപോലെ പാർക്ക്, ഇവിടെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ ആക്കുകയും അതിൽ നാട്ടുകാർ പലതരത്തിലുള്ള വിഭവങ്ങളടങ്ങിയ സദ്യ ഇതൊക്കെ തരികയും ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. പുതൂർ അച്യുതമേനോൻ്റെ മകൻ മോഹൻദാസും അതേപോലെ തന്നെ PR ബാലനും KV ചന്ദ്രനുമൊക്കെ എൻ്റെ സഹപാഠികളാണ്. അതുകൂടാതെ മറ്റ് ചലച്ചിത്ര പിന്നണി ജയചന്ദ്രൻ ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടെ ഉണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവിടെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന സമയത്ത് മൃദംഗമായിരുന്നു അവിടെ വെച്ച് ജയേന്ദ്രൻ നടത്തിയിരുന്നത്. അപ്പോൾ അതിനൊക്കെ യൂത്ത് ഫെസ്റ്റിവലിന് കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഓരോ പഠനത്തിന് വേണ്ടിയിട്ട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെയാണ് പ്രധാനമായിട്ട് നടത്തിയിട്ടുള്ളത്. മഹാരഥന്മാരായ ഒരുപാട് അധ്യാപകർ മാഷ് പഠിച്ചിരുന്ന സമയത്തുണ്ട്, പിന്നീട് അധ്യാപകനായിരുന്നപ്പോഴുണ്ട്. അവര് വിദ്വാൻ C മാധവ മേനോൻ, അതായത് സംസ്കൃതത്തിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന ആളും അക്ഷരശ്ലോകത്തിൽ പല സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ആളുമാണ്. അതേപോലെ ഗോപാലമേനോൻ, MA ഗോപാലമേനോൻ, അദ്ദേഹം ഇംഗ്ലീഷ് എടുക്കാനും അതേപോലെ കുട്ടികൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ വളരെ മികച്ച ഒരു അധ്യാപകനായിരുന്നു. പ്രധാന അധ്യാപകൻ VP ശ്രീധരമേനോൻ, വെള്ളപ്പാത്ത് ശ്രീധരമേനോൻ ആയിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ലെങ്കിലും എല്ലാ കുട്ടികളും അദ്ദേഹത്തിൻ്റെ കുട്ടികളെപ്പോലെയാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. പിന്നെ നമ്മുടെ കഥാകൃത്തായിട്ടുള്ള നമ്മുടെ KV രാമനാഥൻ മാസ്റ്ററായിരുന്നു. അദ്ദേഹം അധികവും ക്ലാസ്സിൽ കഥ പറഞ്ഞ് ആയിരിക്കും, എന്നാലും ക്ലാസ് എടുക്കുന്നതിലൊന്നും വളരെ കുറവ് വരുത്തിയിട്ടില്ല. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു രാമനാഥൻ മാഷ്. അതേപോലെ ആനുവൽ ഡേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വക ഓരോ പരിപാടികൾ ഉണ്ടാകും. അങ്ങനെ പ്രധാനമായിട്ടുള്ള പല അധ്യാപകരുണ്ടായിരുന്നു. രാമേനോൻ മാഷ്, കരുണാകര പിള്ള, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൻ്റെ ആരംഭം ഇരിഞ്ഞാലക്കുട നാഷണൽ ഹൈസ്കൂളിൽ നിന്നാണെന്ന്. തീർച്ചയായിട്ടും അത് ഇരിഞ്ഞാലക്കുട നാഷണൽ ഹൈസ്കൂളിലാണ് കഥകളി കുട്ടികൾ അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം തന്നെ ആരംഭിച്ചത്. എടുത്തു പറയുകയാണെങ്കിൽ മോഹൻദാസ് പുതൂറച്ചമ്മൻ്റെ മകൻ അവിടെ കഥകളി നടത്തിയിരുന്നു. അതേപോലെ പലരും അവിടെ കഥകളി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ കലാനിലയം എന്നുള്ളൊരാശയം വരികയും ആ കലാനിലയം അവിടെ ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്തത്. അതിൻ്റെ പ്രധാന ഭാരവാഹികളായിട്ട് CK പിള്ള, അത് C കരുണാപിള്ള ആയിരുന്നു. പറവൂരിൽ നിന്നാണ് അദ്ദേഹം വന്നിരുന്നത്. അതേപോലെ ശ്രീധരമേനോൻ മാഷ്, ഇവരൊക്കെ അന്നത്തെ പ്രധാന പ്രവർത്തകരായിരുന്നു. പിന്നീട് അത് കൂടുതൽ വിപുലീകരിക്കുകയാണ് ഉണ്ടായത്. 1964 ജൂൺ 18 അപ്പു മാസ്റ്റർ രജിസ്റ്ററിൽ ഒപ്പിട്ട് നാഷണൽ ഹൈസ്കൂളിലെ ഫിസിക്സ് അധ്യാപകനായി തീർന്നു. 1996 ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പദവിയിലിരിക്കെ വിരമിച്ചു. 3 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ച ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അപ്പുമാഷുടെ പങ്ക് ഒരേ സമയം നിശബ്ദവും നിസ്തുലവുമായിരുന്നു. അപ്പുമാസ്റ്ററുടെ പിന്നീടുള്ള വിശ്രമ ജീവിതം വിശ്രമത്തിനുള്ളതായിരുന്നില്ല, മറിച്ച് വിശേഷാലുള്ള ശ്രമങ്ങൾക്കുള്ളതായിരുന്നു.
ക്ഷേത്രങ്ങളും ക്ഷേത്ര സംസ്കാരവും ജീർണിച്ച കാലം നമുക്കുണ്ടായിരുന്നു. അത് കിഴുത്താണി ദേശത്തിനും തൊട്ടടുത്തുള്ള താണിശ്ശേരിയിലും ഇരിങ്ങാലക്കുടയിലും അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു. അവിടെ ഒരു അധ്യാപകൻ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം ശതാഭിഷിക്തനായ സന്ദർഭത്തിൽ സ്മരിക്കപ്പെടുകയാണ്. കിഴുത്താണി ഗ്രാമീണ വായനശാല വളരെ പഴക്കം ചെന്നൊരു വായനശാലയാണ്. അപ്പം അതിൻ്റെ ആദ്യകാല പ്രവർത്തനത്തിൽ ഈ വായനശാലയുടെ പിതാവ് എന്ന് പറയപ്പെടുന്ന PN പണിക്കരൊക്കെ കിഴുത്താണിയിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് വായനശാല നടത്തിയിരുന്നത് ഈ ഒരു നെടുമ്പള്ളി മനയുടെ വക ഒരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മുറിയിലാണ് അത് നടത്തിയിരുന്നത്. ധാരാളം പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങൾ അതിൻ്റെ പ്രവർത്തനം ഇതൊക്കെ പ്രവർത്തനം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി അന്നത്തെ പ്രധാന വ്യക്തിയായ PN പണിക്കർ വരും. അദ്ദേഹം വന്ന് കുറേ അധികം ചിലവഴിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചായയോ ഇതൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് ചായ വേണ്ട, എന്തെങ്കിലും ദശമൂലാരിഷ്ടം കിട്ടുമെങ്കിൽ അത് കുറച്ച് കൊണ്ടുവന്നാൽ മതി എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അതായത് ഒട്ടും തന്നെ ഈ വക ചായ പോലും കഴിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ഈ അപ്പു പിൽക്കാലത്തെ നാട്ടുകാരുടെ ഏവരുടെയും പ്രിയങ്കരനായിത്തീർന്ന അപ്പു മാഷ് 1940 ഓഗസ്റ്റ് 29 നാട്ടുവള്ളി ഗോപാലപ്പണിക്കരുടെയും എടക്കാട്ടിൽ അമ്മിണിയമ്മയുടെയും മകനായി ജനിച്ചു. കിഴുത്താണി രാജർഷി മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം, തുടർന്ന് ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായി. ഇരിങ്ങാലക്കുടയിലെ പ്രശസ്തമായ ക്രൈസ്റ്റ് കോളേജിലെ 2ാം ബാച്ചിലെ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്പു മാസ്റ്റർ. മൂത്തുകുന്നം SN ട്രെയിനിങ് കോളേജിൽ ബിരുദം നേടി. അന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പ്രശസ്തനായ സുകുമാർ അഴീക്കോടായിരുന്നു. 1964 ജൂൺ 18 ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂളിലെ അധ്യാപകനായി. വിരമിച്ചതിന് ശേഷം 1997 സംഗമേശ്വര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പളായി ഏകദേശം 7 വർഷക്കാലം പ്രവർത്തിച്ചു. 600-ാം നമ്പർ കാറളം സർവീസ് സഹകരണ ബാങ്ക് കമ്മിറ്റി മെമ്പറായും പിന്നീട് ബാങ്കിൻ്റെ പ്രസിഡന്റായും 14 കൊല്ലത്തോളം പ്രവർത്തിച്ചു. മുകുന്ദപുരം താലൂക്ക് NSS കരയോഗ യൂണിയനിൽ കമ്മിറ്റി മെമ്പറായും വിവിധ വകുപ്പുകളുടെ കൺവീനറായും പ്രവർത്തിച്ചു. കൂടൽമാണിക്യം ദേവസ്വം കമ്മിറ്റിയിൽ ഗവൺമെൻറ് നോമിനിയായി പ്രവർത്തിച്ചു. ഉണ്ണായിവാരെ സ്മാരക കലാനിലയത്തിൽ കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചു. പുതൂർ അച്യുതമേനോൻ കിഴുത്താണി ദേശത്തിലുണ്ടായ പ്രശസ്തരിൽ പ്രമുഖനാണ്. കിഴുത്താണി ലോവർ പ്രൈമറി സ്കൂളിൻ്റെ ആദ്യകാല മാനേജരായിരുന്നു. പുതൂർ അച്യുതമേനോൻ്റെ സഹോദരി പുത്രിയായ ലതികയെയാണ് അപ്പു മാസ്റ്റർ വിവാഹം കഴിച്ചത്. കിഴുത്താണി കേന്ദ്രീകരിച്ചുള്ള സഹകരണ സംഘത്തിൻ്റെ ആദ്യകാല പ്രസിഡന്റായിരുന്നു അങ്ങ്. ഇപ്പം കാർളം സഹകരണ സംഘം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യം പരസ്പര സഹായ സഹകരണം സംഘം എന്നുള്ള പേരിലായിരുന്നു. അത് ലിക്വിഡേഷൻ്റെ സ്റ്റേജ് വരെ എത്തിയതാണ്. അതിന് ഞങ്ങൾ കമ്മിറ്റി എല്ലാവരും കൂടി കുറേ അധികം ആൾക്കാരെ ചേർത്തു. അന്ന് 2 പേര് ഗവൺമെൻറ് നോമിനികളായിട്ട് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ സഹകരണ സംഘത്തിന് ഒരു മുറി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലാണ് നെടുമ്പള്ളി മനയുടെ ആ കെട്ടിടം വിൽക്കാൻ തയ്യാറായിരിക്കുന്നുവെന്ന് കേട്ടത്. ആ സമയത്ത് ഞങ്ങൾ അവരെ സമീപിച്ച് വെറും 7500 രൂപയ്ക്കാണ് 12.25 സെൻറ്റ് സ്ഥലം
കെട്ടിടവും കൂടി തന്നത്. അതിനുശേഷം പലതരത്തിലുള്ള പുരോഗതിയും ആ സഹകരണ സംഘത്തിനുണ്ടായി. ആ സംഘം കാർളം സർവീസ് ബാങ്ക് എന്നുള്ള നിലയിലേക്ക് ഉയർത്താൻ സാധിച്ചു. എത്ര വർഷം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു? ഏകദേശം കൊല്ലം ഒരു 14 വർഷത്തോളം അതിൻ്റെ പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം കിഴുത്താണിയുടെ സഹകരണ സംഘം, വായനശാല, NSSൽ എനിക്ക് തോന്നുന്ന 1964 മുതൽ പ്രവർത്തിക്കുകയാണ്. 64 മുതലാണ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. പിന്നെ NSSൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രങ്ങൾ, 2 ക്ഷേത്രം, സ്കൂള്, അപ്പം ഇപ്പം ശതാഭിഷേകം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഈ എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിൽ, അതിൽ പുരോഗതി ഉണ്ടായി കാണുന്നതിൽ വളരെയേറെ സംതൃപ്തിയും സന്തോഷവും തോന്നുന്നുണ്ട്. ഇനിയും കഴിയാവുന്നത്ര ആരോഗ്യം ഉണ്ടെങ്കിൽ കഴിയാവുന്നത്ര പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 84 വയസ്സ് കഴിഞ്ഞിട്ടും നാടിനെ വേണ്ടി കഴിയാവുന്ന തരത്തിൽ അങ്ങക്ക് ഭാരവാഹിത്വം ഇല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു നിഷ്കാമമായിട്ടുള്ള ചെയ്യാൻ ഒരു ആത്മീയമായിട്ടുള്ള ഇതിനു വേണ്ടി ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് തപോസ്വാധ്യായ നിരതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാം എന്ന് തോന്നുന്നുണ്ടോ? രണ്ടും കൂടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആത്മീയതയും ഭൗതികതയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് അപ്പുമാഷ് ഈ ശതാഭിഷേകം കഴിഞ്ഞ സന്ദർഭത്തിലും നോക്കുന്നത്. അത് അറിയേണ്ടവർക്കൊക്കെ അറിയാം. അപ്പം നമ്മൾ ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണീയരായി തീരുക, അത് നമ്മളൊരു സംസ്കാരമാണ്. അപ്പോൾ ഇത്ര സമയം മാഷ്ടെ ഈ സമയം ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം. എനിക്ക് അങ്ങടാണ് നന്ദി പറയേണ്ടത്. ഇത്രയും നേരം ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയ എല്ലാവരോടും നന്ദി പറയുകയാണ്.